ഹായ് ഹലോ. അപ്പം നമ്മൾ കുഞ്ഞാപ്പനെയും കൊണ്ട് പകുതിയായി കേസ് ആശുപത്രിയിലോട്ട് പോവുക. ശർമ്മക്കുട്ടതേ മടി ഉറങ്ങുവാണേ. ഇന്ന് ചെറുതായിട്ടൊരു അമ്പിളി പറ്റിയെന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോയി രാവിലെ അമ്പലത്തിൽ നിന്ന് തിരിച്ചു വന്നിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് കുഞ്ഞാപ്പനെ കൊണ്ടുപോകും. 11 മണിക്കാണ് കൊണ്ടുപോകും. അപ്പോൾ രാവിലെ അമ്പലത്തിൽ പോയി അമ്പലത്തിലെ ജോലിയെല്ലാം കഴിഞ്ഞ് ഓട്ടോക്കാരനോട് അതിന് മുമ്പേ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു 11 മണിക്ക് വരണം, ആലപ്പുഴ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണെന്ന്. അപ്പം പുള്ളിക്കാരൻ കറക്റ്റ് 11 മണിക്ക് തന്നെ വന്ന്. ഞാൻ അമ്പലത്തിൽ നിന്ന് ഓടിയെത്താനായിട്ട് 11 കഴിഞ്ഞ് 11:05 ഞാൻ വന്നപ്പോൾ. അയ്യോ, അപ്പോൾ പുള്ളി കിടക്കണമല്ലോ. പിന്നെ വന്ന് കുഞ്ഞാപ്പനെ രാവിലെ തുടച്ചൊക്കെ വൃത്തിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ കുഞ്ഞാപ്പൻ്റെ ഷീറ്റൊക്കെ എടുത്തിട്ട് വന്ന് വിരിച്ച പുള്ളി നിൽക്കുമ്പോൾ നമുക്കൊരു എത്രയും പെട്ടെന്ന് ചെയ്യണം, എത്രയും പെട്ടെന്ന് പോകണമല്ലോ എന്നുള്ളൊരു ചിന്തയിൽ കുഞ്ഞാപ്പൻ്റെ കാര്യം ശ്രദ്ധിച്ച് ഷീറ്റും എടുത്ത് വെച്ച് ഞാനും റെഡിയായി. ശർമ്മേനെയും വിളിച്ച് വന്നപ്പോഴേക്കും നമ്മൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അത് ടെൻഷൻ കൊണ്ടാണ്. പിന്നെ വന്നിട്ട് തിരിച്ച് പോകണമല്ലോ, എപ്പോൾ എത്തും അതൊക്കെയാണ് ഫുള്ള്. പോയപ്പോഴും വന്നപ്പോഴും തിരിച്ചെപ്പോൾ എത്തും, അയ്യോ സമയത്ത് അമ്പലത്തിലെത്താൻ പറ്റുമോ, ഇന്ന് അമ്പലത്തിലൊരു വിശേഷ ദിവസം കൂടിയായിരുന്നു. അപ്പം അതിൻ്റെ ടെൻഷനൊക്കെ ഇടതേ. അപ്പം ബാക്കി കണ്ടോ, ഇനിയിപ്പോൾ ശർമ്മ മടിയിൽ തന്നെ കിടന്നുറങ്ങുവാണേ. ആലപ്പുഴ വരെ ആൾ കിടന്നുറങ്ങി. ഇവിടുന്ന് നമ്മുടെ മുഹമ്മന്ന് എൻ്റെ അടുത്തിരിപ്പുണ്ട് ആൾ. ഇപ്പം വോയിസ് കൊടുക്കുമ്പോഴും ചിരിക്കുന്ന വേണ്ട. ഇത് ഞാൻ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയേ. ഇതൊന്നും കാണിച്ചു കൊടുക്കാൻ ആളുറക്കല്ലേ, പിന്നെ എങ്ങനെ കാണിക്കാനാ. ഞാനപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോ എടുത്ത്. കുഞ്ഞാപ്പൻ സുഖമായിട്ട് ഉറങ്ങുവാണ്. ഉറക്കം എന്ന് പറഞ്ഞാൽ ഇപ്പം എപ്പോഴും ഉറക്കം തന്നെയാണ്. അങ്ങനെ അത്രയ്ക്ക് ആക്റ്റീവായിട്ട് കളിയും നേരത്തെ പോലെ ഒരിതില്ല കളിയൊന്നും. തീരെയും ക്ഷീണമുണ്ട് അവനിപ്പോൾ. അപ്പം ഞാൻ ബോറടിച്ച് ഇരിക്കുകയാണേ. അപ്പോൾ ആൾ മടിയിൽ തന്നെ കിടപ്പുണ്ട്. അപ്പം ഞാൻ വീഡിയോ എടുത്തപ്പം തിരിഞ്ഞു പോയാൽ ഞാൻ മറ്റേ ബാക്ക് ക്യാമറ വെച്ചാണ് എടുത്തത്. പക്ഷേ തിരിഞ്ഞു വന്നപ്പോഴേക്കും എന്നെയാണ് കിട്ടിയത്. പിന്നെ എഡിറ്റ് ചെയ്ത് അങ്ങോട്ട് കളഞ്ഞില്ല കേട്ടോ. അപ്പോൾ ആൾ കണ്ട നല്ല ഉറക്കമാണ്. ഞാൻ ഉറങ്ങിക്കോട്ടെ. 4 മണിക്ക് എഴുന്നേറ്റതാണ്. 4 മണിക്ക് എഴുന്നേറ്റ് പുള്ളി 5-5:30 ആകുമ്പോൾ ജിമ്മിൽ പോവും. പടം തൊട്ടാണ് പിന്നെ അങ്ങ് തുടങ്ങണത്. എന്നിട്ട് രാവിലെ തന്നെ പശുവിനെ കുളിപ്പിക്കട്ടെ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, വന്നിട്ട് മതി. മഞ്ഞുണ്ടായിരുന്നു. അപ്പം ഇന്ന് നേരത്തെ പോയി. ഇപ്പം ഇരുട്ടുള്ളത് കൊണ്ട് ഇച്ചിരി താമസിച്ച് പോയാൽ മതി എന്ന് പറഞ്ഞു. പുള്ളി ജിമ്മിൽ പോകണുണ്ട് കേട്ടോ. പുള്ളിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പോകണ്ടെന്ന് പറഞ്ഞാൽ. പിന്നെ അതിനനുസരിച്ച് പിള്ളേരുടെ ആ രീതിക്കല്ലേ അവിടെ ചെയ്യിപ്പിക്കത്തുള്ളൂ. ആലപ്പുഴ എത്തി. കനാലിൻ്റെ സൈഡാണ്. ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് എടുക്കാവുന്ന വീഡിയോസായിരുന്നു. ഞാൻ ടെൻഷൻ്റെ പുറത്താണ് വണ്ടി വരുന്നത്. മൊത്തം ടെൻഷൻ അടിച്ച തിരിച്ചെപ്പോൾ എത്തും എന്നുള്ളൊരു ടെൻഷൻ. അതെൻ്റെ ടെൻഷൻ പോലെ തന്നെ ഒത്തിരി ലേറ്റായിട്ടാ. 3:30 11 മണിക്ക് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ 3:30 മണിയായി. പിന്നെ വന്ന് കുളിച്ച് അമ്പലത്തിൽ പോകണ്ടേ, അത് കാരണം അതിൻ്റെ ചിന്തയിലായിരുന്നു കൂടുതൽ സമയം. അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടർ കണ്ട് ചീട്ടൊക്കെ എടുത്ത് അവിടെ താമസമില്ലായിരുന്നു. വന്ന ഉടനെ തന്നെ ഡോക്ടർ നോക്കി. അപ്പം പറഞ്ഞിട്ട് അവന് ബ്ലഡ് ഒട്ടുമില്ല. കണ്ണ് നോക്കിയിട്ട് പറഞ്ഞു ബ്ലഡ് ഒട്ടുമില്ല. ചിലപ്പോൾ ഒന്നെങ്കിൽ വേറെയുടെ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഇടിയിൽ ഇൻറ്റേർണൽ ഇഞ്ചുറി വല്ലതും ഉണ്ടായിട്ടുണ്ടാവാം. അങ്ങനെ ബ്ലഡ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവാം. പിന്നെ അല്ലെങ്കിൽ ഫുഡിൻ്റെ അതും പറഞ്ഞു ഡോക്ടർ. കഴിക്കുന്നൊന്നുമില്ലല്ലോ, വെള്ളം കുടിക്കുന്നില്ല. ഉണ്ടെങ്കിലും നമ്മൾ ഈ സിറിഞ്ച് വഴി കൊടുക്കുന്ന എത്രമാത്രം ആകും അവന് ഈ കുറുക്കൊക്കെ. ഈ സമയത്തൊക്കെ എന്തോരം ഫുഡ് കഴിക്കേണ്ട ആളാണ്, പാവം. എന്നിട്ട് നമ്മൾ പിന്നെ ഡോക്ടർ ബാക്കി എല്ലാം പറഞ്ഞ് നെർവിൻ്റെ കംപ്ലൈൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നട്ടലിൻ്റെ ആയിരിക്കാം. അപ്പം നമുക്ക് എന്തായാലും അത് ചെക്ക് ചെയ്തേ പറ്റുള്ളൂ. അപ്പം നമുക്ക് തൽക്കാലം ഇപ്പോൾ എക്സ്റേ എടുക്കാം. എക്സ്റേ എടുത്തിട്ട് ബാക്കി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പം ഇത് വന്നപ്പോൾ അവരുടെ സമീപനവും ഡോക്ടറിൻ്റെ ആ ഒരു ഇതൊക്കെ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കായിരുന്നു ആദ്യം ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നെങ്കിൽ കുഞ്ഞപ്പൻ ഇപ്പോൾ ഉറപ്പായിട്ടും 100% കുഞ്ഞപ്പൻ നടന്നേനെ. അതാണ് നമ്മൾ ചില സ്ഥലങ്ങൾ ചില കാര്യങ്ങൾ നമ്മൾ അറിയാൻ ഒത്തിരിയും വൈകിപ്പോവും. അത് നമുക്ക് ഒരുപാട് നഷ്ടങ്ങളും സംഭവിക്കാറുണ്ട് അല്ലേ. ചില കാര്യങ്ങൾ നമ്മൾ ആലോചിക്കാതെ ചെയ്യുന്നതും ഓരോരുത്തരും അല്ലേ, എല്ലാവരും നല്ല പറഞ്ഞു തന്നെ അവിടെ ഉണ്ട്. പക്ഷേ നമുക്ക് അത്ര ലോങ്ങൊന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പം ഇത് നല്ല ഹോസ്പിറ്റലാണ്, നല്ല ഡോക്ടേഴ്സാണ്. നമ്മളോടുള്ള സമീപനവും കുഞ്ഞാപ്പനൊക്കെ നല്ല കെയറിങ്, നല്ല ഒരു
ഇത് കിട്ടി. ഒരു കുഞ്ഞിൻ്റേതായ എല്ലാ ഇതും അവനവിടെ കിട്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്നാന്ന് വെച്ചാൽ നമ്മൾ വേറെ വാരനാട്ട് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ട് നമുക്ക് കിട്ടിയതിൻ്റെ ഒന്നും പറയാനില്ല. അത്രയ്ക്കും കെയറിങ് ആയിരുന്നു കുഞ്ഞാപ്പന് കിട്ടിയത് അവിടെ. അവർക്കൊരു തൊടാനാണേലും എടുക്കാനാണേലും ഒന്നും ഒരു മടിയില്ല. അതുപോലെ തന്നെ എല്ലാ സ്റ്റാഫും കേട്ടോ എല്ലാവരും നല്ല ഇതിൽ തന്നെ നമ്മളോട് പെരുമാറി. അപ്പം ഈ സമയത്തൊക്കെ നമ്മുടെ ആശാൻ വണ്ടിയിൽ തന്നെയാണ് കേട്ടോ. ഇന്ന് വന്നേ ഇല്ല, പുള്ളിക്ക് ക്ഷീണമായിപ്പോയി. ആ വണ്ടിയിൽ കിടന്ന് ഉറങ്ങിയതിൻ്റെ ക്ഷീണമായിപ്പോയി. അങ്ങനെ പിന്നെ ഞാൻ തന്നെ ഒന്ന് ബില്ലൊക്കെ അടച്ചത്, എക്സ്റേക്കുള്ള ബില്ല് അടക്കുവാണ്. ബില്ലടച്ചിട്ട് നമ്മളിവിടുന്ന് മുല്ലയ്ക്കൽ പോകണം. ഇതിപ്പോൾ നമ്മൾ കടപ്പുറത്താണ് ഈ ആശുപത്രി. അവിടെ നിന്ന് നേരെ മുല്ലയ്ക്കൽ പോകണം. മുല്ലയ്ക്കൽ അത് 1 മണിക്ക് മുമ്പ് അവിടെ ചെല്ലണം. അപ്പം നമ്മൾ 12:15 ഇന്നലെ ഇതുപോലെ 12 മണി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഡോക്ടറിനെ വിളിക്കണത്. അന്നേരത്തേക്കും സമയം കഴിഞ്ഞു പോയെന്ന് പറഞ്ഞു. 1 മണി വരെ അല്ലേ ഉള്ളു. അത് കാരണം പിന്നെ ഇപ്പം അങ്ങോട്ട് പോവുകയാണ്. കനാലിൽ എന്തോ മീൻ ചാടിയെന്നൊക്കെ. പുള്ളിക്ക് ചൂണ്ടയിടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഏത് വെള്ളം കണ്ടാലും അതാ ചിന്ത. എക്സ്റേ എടുക്കാൻ കിടത്തിയേക്കുവാണേ. കുഞ്ഞപ്പൻ്റെ അവസ്ഥ കണ്ട നല്ലതായിട്ട് ക്ഷീണിച്ച്, തല മാത്രമേ ഉള്ളെന്ന് പറയാം. പക്ഷെ എഴുന്നേക്കത്തേ ഇല്ല, ഇങ്ങനെ ക്ഷീണമാണ് എപ്പോഴും. ഉറക്കമാണ്, ഇപ്പോൾ കൂടുതലും ഉറക്കമാണ്. അപ്പോൾ തിരിച്ചു പോരുവാണ്. അപ്പം പിന്നെ ഇനി 3 ദിവസത്തേക്ക് ഡെയിലി രാവിലെ ചെന്നിട്ട് ഇഞ്ചക്ഷൻ എടുക്കണം. അത് കഴിഞ്ഞിട്ട് നോക്കാമെന്നാണ് പറഞ്ഞത്. അപ്പം അതിനുള്ളിൽ മാറ്റം വരും. നെർവിൻ്റെ കംപ്ലൈൻ്റ് ആണ്. അപ്പം എല്ലാം ശരിയാവും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.